വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്ത് ചാനലിന്റെ പേര്? അവർ ഫാമിലി വ്ലോഗ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഓണം സെലിബ്രേഷൻ. നമ്മുടെ ട്യൂഷൻ പിള്ളേർക്ക് ഓണം സെലിബ്രേഷൻ ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ പിള്ളേരെല്ലാവരും 1 മണിയായപ്പോൾ വന്നു, ഇവൻ മാത്രം ഡിലേ ആയി സമയം. അപ്പം എന്തായാലും ഇന്ന് ഓണം സെലിബ്രേഷൻ ആണ് ട്യൂഷൻ പിള്ളേർക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ എടുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ട്യൂഷൻ പഠിക്കാൻ വരുമ്പോഴും റോബ്ലോക്സ് കളിച്ചോടാതി ഇവിടെ ഡിസ്കഷൻ മിക്കപ്പോഴും എന്നെ അടി കിട്ടാനുള്ളത് അതിന്റെ ആ ഒരു കാര്യം കൊണ്ടാട്ടോ. ഫ്രീ ഫയർ അത്ര കളിക്കത്തുള്ളൂ. ഇവൻ ആ റോബ്ലോക്സിന്റെ ആള് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ആദ്യം ഷോർട്സ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ എടുക്കാമെന്ന് കേട്ടോ, അമ്മ പറഞ്ഞുകൊണ്ടാണ്. പിന്നെ അപ്പം അത് നമ്മുടെ സദ്യക്കുള്ള കറികളെല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും നന്ദ ചേച്ചി മൻഹയും എല്ലാ പിള്ളേരും കൂടെ എല്ലാവരും കൂടെ എന്തുവാ മറ്റേ കുച്ചു കുച്ചു വണ്ടി തീവണ്ടി ആ ഒരു സാധനം കളിക്കുമായിരുന്നു കേട്ടോ. അപ്പം ആദ്യം അനുവും ശ്രീതു ചേച്ചി നന്ദ ചേച്ചി അവർ 3 പേര് കളിച്ചോളൂ. പിന്നെ ഞാൻ ഓടിക്കയറി. പിന്നെ എൻ്റെ ഫ്രണ്ടിലൂടെ നന്ദനയും അതിൻ്റെ ഫ്രണ്ടിൽ മൻഹയും കൂടെ ഓടി കേട്ടോ. കുച്ചു കുച്ചു വണ്ടി തീവണ്ടി കളിക്കാൻ ബോയ്സ് ഒന്നുമില്ല, ഓൺലി ഗേൾസ് മാത്രമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുച്ചു കുച്ചു വണ്ടി തീവണ്ടിയൊക്കെ കളിച്ചു. മിൻഹാജിന് ഓണം സെലിബ്രേഷൻ സ്കൂളിലുണ്ടായതുകൊണ്ട് തന്നെ അവൻ കുറച്ച് ലേറ്റ് ആയി കേട്ടോ. 2 മണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഞങ്ങൾ വിചാരിച്ച എല്ലാവരുമായിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന്. അങ്ങനെ അവൻ വന്നിട്ട് 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നത്. നമ്മളെല്ലാം പിള്ളേരാണ് കേട്ടോ ആദ്യം കഴിക്കാതിരുന്നത്. അപ്പോൾ അവരുടെ സെലിബ്രേഷൻ അല്ലേ, അപ്പോൾ പിന്നെ അവരാദ്യം കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. മിൻഹാജിനും ദേവനും ചോറും സാമ്പാറും മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചോറും പരിപ്പും പപ്പടം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് കേട്ടോ കറികൾ: തോരൻ, അവിയൽ, അച്ചാർ, ഇഞ്ചി, അതുപോലെ പച്ചടി അതാണെന്ന് തോന്നുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ പിള്ളേരെല്ലാവരും ഇവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അമ്മ എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ മൻഹയെ തീറ്റിപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ. ഏയ് ഗായ്സ്, അങ്ങനെ ആമ്പിള്ളേരെല്ലാവരും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. ഇവിടെ നന്ദനയും മൻഹയാണുള്ളത്. മൻഹയെ തീറ്റിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ഞാൻ. നന്ദനയ്ക്ക് ഞാൻ 2ാമത് ചോറിട്ട്, പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞ് എന്നെ പേടിച്ചിരുന്ന് കഴിക്കുകയാണ്. മൻഹയ്ക്കാണ് വേണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടാണ്. എന്തോ മൻഹ പ്രശ്നം? മതിയായോ ചോറ്? ഞാൻ നേരത്തെ വാരാൻ പറഞ്ഞ പോലെ വാരി വാരി കഴിക്ക്. നോക്കട്ടെ, കവള് നോക്കട്ടെ. ചവിക്ക്. അത്രയും വെച്ച് വേണം കഴിക്കാൻ. എന്താ വേണം കറി? വേറെ പപ്പടം. എനിക്കോ? ഓണം സെലിബ്രേഷനാന്ന് പറഞ്ഞിട്ട് എന്താ മുടിയൊക്കെ കെട്ടി വെച്ചോണ്ട് ക്ലമ്പുകാരൊക്കെ റെസ്റ്റ് എടുക്കുന്ന നന്ദൻ ചേച്ചിയാണ് ഒരു സ്നാപ്പ് ഇടാൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ട് ഇതാ ഈ ഒരു ലോട്ടസിന്റെ സ്നാപ്പാ ഇട്ടത്. സ്നാപ്പ് ഓളി നന്ദന ചേച്ചി. ഇവിടെ മൻഹയുടെ പൗച്ചാണോ അത്? മൻഹ പൗച്ച് കളഞ്ഞിട്ടോണ്ട് പോയി ഇന്നലെ ഇവിടെ വന്നപ്പം. അനു വിളമ്പുകാരിയല്ല, എന്നാലും വെറുതെ ഇരിക്കുന്നു ഇവിടെ. ശ്രീതു ചേച്ചി റൂമിൽ കേട്ടോ. നമുക്ക് ആമ്പിള്ളേരടുത്ത് പോവാം. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? വളരെ കൊള്ളാവുന്ന ഒരു ഫുഡായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്ന കിച്ചു? എനിക്ക് നല്ലതായിരുന്നു. എനിക്ക് ഇനിയും തിന്നണോന്നുണ്ടായിരുന്നു, പക്ഷെ വയറ് നിറഞ്ഞിരിക്കും. പായസം ഒക്കെ എങ്ങനെ ഉണ്ട്? പായസം നല്ലതായിരുന്നു, ചോറിനെക്കാട്ടിലും നല്ലതായിരുന്നു. ആണോ? അവൻ ഇച്ചിരി കഴിഞ്ഞിട്ട് മതി. അവൻ്റെ ഓണം സെലിബ്രേഷൻ സ്കൂളിൽ നിന്നൊക്കെ ക്ഷീണിച്ച് വന്നതാ. ഞങ്ങള് മിൻഹാജ് വരുന്നവരെ ലൂഡോ ഒക്കെ കളിച്ചിരുന്നല്ലേ? ഞാൻ ജയിച്ചു. ഞാനും ദേവനും ജയിച്ച്, കിച്ചു പൊട്ടി. ഞാൻ 2 കളി ജയിച്ചു. ആ 2 കളി ഞാനാ ജയിച്ച. സെക്കൻഡ് ചേച്ചി, തേർഡ് എല്ലാ 2 കളി. നീ പറ, നിനക്ക് എന്തോ പറയാനുള്ള? ചേച്ചി ആദ്യത്തെ കളി ദേവൻ ജയിച്ചു, ചേച്ചി സെക്കൻഡ്. പിന്നെ 2ാമത്തെ കളിയിൽ ഞാനും ദേവനും അതിനകത്ത് ഞങ്ങളെ ആരെങ്കിലും റോബ്ലോക്സ് കളിക്കുന്ന കമന്റ് ചെയ്യട്ടോ. റോബ്ലോക്സിന്റെ FC മൊബൈൽ കളിക്കുകയാണെങ്കിൽ ഞാൻ പുതിയൊരു ലീഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, MN. പ്ലീസ് ആരും ജോയിൻ ചെയ്യല്ലേ? എന്റെ ലീഗിൽ ജോയിൻ ചെയ്യുക, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ പേരും പാസ്വേഡും കൂടെ താരം കമന്റ് ചെയ്തേരാം. ഞാൻ എന്റെ അക്കൗണ്ടിൽ ഒരു ഭാഗ കഴിക്കാത്ത എന്റെ അനിയത്തി നിങ്ങൾ കാണാം. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ചോറ് തിന്ന് തീരാറായി ഗൈസ്. ഒരു ഭാഗം കഴിക്കാത്തതാണ്. എത്ര മണിക്കൂറാവും ചോറ് കഴിക്കണമെങ്കിൽ? 2 മണിക്കൂർ.
2 മണിക്കൂർ വേണം അവർക്ക് ചോറ് കഴിക്കാൻ. ഉച്ചക്ക് 12 മണിക്ക് കരിക്കായിരുന്ന 2:30 ആകുമ്പോഴേ തീരത്തുള്ളൂ. ഇന്ന് കഴിച്ചു. ഇന്ന് പെട്ടെന്ന് കഴിച്ചു. എത്ര മിനിറ്റ് എടുത്തു? 10-20 മിനിറ്റ് എടുത്തു അല്ലേ? നന്ദനമോൾ എന്തോ അങ്ങനെ ഇരിക്കുന്ന അതൊക്കെ ഞാൻ 2ാമത് ചോറ് ഇട്ടു കേട്ടോ. കണ്ടാ ബോധയുടെ ലക്ഷണം നോക്കി. നന്ദന ഇങ്ങനെ ചരിഞ്ഞും പിരിഞ്ഞും ഒക്കെ ഇരുന്ന് കഴിക്കാതെ വിൻ ചെയ്യാനായിട്ട് ചേച്ചി വിളിക്കുന്ന എങ്ങനെയാണെന്നറിയാവോ? ചേച്ചി മറ്റേ ചേച്ചി എന്തുവാ തീർന്ന് സന്തോഷമാ. ആദ്യമായിട്ട് മൻഹ ഇത്ര കഴിക്കുന്നതെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. വീട്ടിലെന്തെങ്കിലും ബ്രോസ്റ്റഡോ അൽഫാമോ വല്ല മേടിച്ചാൽ അതുപോലും തിന്നാൻ മടിയില്ല. മൻഹ അപ്പൊ ഫസ്റ്റ്, നന്ദന സെക്കൻഡ്. ഗൈസ്, മൻഹയും നന്ദനയും കൂടി ഇവിടെ മത്സരമാകുമ്പോ മൻഹ ജയിച്ചു. വേറെ കാര്യമുണ്ട്, മൻഹ ഒരു വട്ടമേ ചോറിട്ടുള്ളൂ. നന്ദന 2 വട്ടം. 2 വട്ടം. അതാ മുഖം നോക്ക്. അല്ലെങ്കിൽ നന്ദന ഫസ്റ്റ് അടിച്ചേനെ. ഫൈനലി ഞങ്ങൾ വലിയവർ കഴിക്കാനിരുന്നു. ഞാനും അമ്മയും കൂടെ കറികളൊക്കെ വിളമ്പി. നന്ദന ചേച്ചി ഓൾമോസ്റ്റ് മൻഹയായിട്ട് സിമിലറാ. എന്തോ സിമിലർ. മന്ന കൊച്ചു ഇത് മൂത്ത കാള. അങ്ങനെ ചെയ്തിട്ട് ചോറ് 25 പിള്ളേരെല്ലാരും കഴിച്ചിട്ട് വെളിയിൽ പോയി സംസാരിക്കുന്നു. ഞങ്ങൾ കഴിക്കുന്നു. ഞാനാ വെച്ചത് നിന്റെ ഇലയില് ഇരിക്കുന്നെന്നും പറഞ്ഞ് കുറച്ചേ വെച്ചോളൂ ഞാൻ. ഞങ്ങൾ എല്ലാരും ഇവിടെ കഴിക്കുന്നത്. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? എങ്ങനെയുണ്ട് നന്ദു? എങ്ങനെയുണ്ട് അച്ഛൻ കഴിച്ചോ? എങ്ങനെയുണ്ടെന്ന് പറ ഫുഡ്. അനിക്കുട്ടി ബിന്ദു ആന്റി ചുച്ചുപൊന്നാൻ എല്ലാരും കൂടെ ഇന്ന് വെച്ചതാട്ടോ. കുഞ്ഞു കുഞ്ഞു കറികളായിരുന്നു. നമ്മളെല്ലാരും കഴിച്ചു കഴിഞ്ഞു. ഇപ്പോ പ്രസന്റ്ലി മൻഹയ്ക്ക് പറ്റിയ ഒരാളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ നന്ദനത്തെത്തി വെത്തോണ്ടിരിക്കുക ചോറ്. പായസം കുടിച്ചൊക്കെ വേറെ പറഞ്ഞു. എല്ലാവരും മൈലാച്ചി കണ്ടു കേട്ടോ. എല്ലാവരും അയ്യോ തമാശ. ചേച്ചി മാറ്റി എന്താ കഴിക്കാത്ത? എന്ത് ഞാൻ കഴിച്ചായിരുന്നു നേരത്തെ. കഴിക്കാൻ കോട്ടെ വായു വേ അങ്ങോട്ട് വായു വെക്ക് ഇല്ല. ഞാൻ അങ്ങനെ അമ്മയും അനിയും കൂടെ ഒന്ന് പുറത്തു പോയപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ചു നേരം ലുഡോ കളിച്ചു. എന്നിട്ട് ഞാൻ സമ്മതിച്ചു. മിന്നു ജയിച്ച്. മിന്നു ഫസ്റ്റ്, കിച്ചു സെക്കൻഡ്, ഞാൻ തേർഡ്. അപ്പം മ്യൂസിക്കൽ ചെയറിനുള്ള പരിപാടിയിലാണ്. ഈ ട്യൂഷൻ പിള്ളേരാണ് ആദ്യം കളിക്കാൻ പോകുന്നത്. അനു ആ പാട്ടിടുന്ന നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാം. നിക്ക് എഴുന്നേറ്റ്. 2, 3 സ്റ്റാർട്ട്. സെക്കൻഡ് റൗണ്ട് ആണ്. എന്തോ തേർഡ് റൗണ്ട്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓടടാ. ലാസ്റ്റ് റൗണ്ട് മിൻഹാജും ഗൗരിയും. ഇവിടെ പാട്ട് ഡിസ്കഷൻ ആട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. നിങ്ങൾ കുറച്ച് നടക്ക്. പോ.
അടുത്തത് ലെമൺ ആൻഡ് സ്പൂൺ. ഗെയിം റൂൾ എന്തെന്ന് വെച്ചാ സ്പൂണും നാരങ്ങയും പല്ലിന്റെ ബിറ്റ്വീൻ പിടിക്കണം ഫ്രണ്ടില്. അയ്യോ ലെമൺ ആൻഡ് സ്പൂൺ വിന്നർ മിന്നു, മൻഹ, തേർഡ് കിച്ചു. അടുത്ത ഗെയിം എന്തോ പറ. അടുത്ത് നമ്മള് പിൻസാറ്റ് ആയിട്ടോ കളിക്കാൻ പോകും. നമ്മൾ പിന്നപ്പോൾ ഒളിപ്പിച്ച് വെച്ചിട്ട് അടുത്തെത്തുമ്പോഴേക്കും നമ്മൾ ഹോട്ട് എന്ന് പറയും, പിന്നെ ദൂരെയാണെന്നുണ്ടെങ്കിൽ കോൾഡ് എന്ന് പറയും. ഇപ്പൊ നമുക്കിത് ഒളിപ്പിച്ച് വെക്കാം. നമ്മളപ്പോ ആ ബ്ലൂ ചട്ടിയിലാട്ടോ ഇടാൻ പോകുന്നത്. അതിന്റെ മണ്ട ഇങ്ങനെ വെച്ചേക്കാം, കാണാൻ പറ്റുമല്ലോ. ഓക്കെ, നമുക്ക് അവരെ വിളിക്കാം. വാ വാ വാ. അയ്യോ ഓടുന്നു. റൂൾസ് ഈ ഇന്റർലോക്കിന് ഉള്ളിൽ തന്നെയാണ്. ഐ മീൻ ഈ ഇന്റർലോക്ക് ഇല്ലേ, ഉള്ളിൽ തന്നെ, അതിന്റെ പുറത്തോട്ടില്ല, പുറത്തോട്ടും ഇല്ല അകത്തോട്ടും ഇല്ല. ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നോ ആ സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. ഓക്കെ, എല്ലായിടത്തും. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ദേവൻ ഹോട്ട്. മൻഹ ഹോട്ട്. ഗൈസ്, നമ്മള് സെക്കൻഡ് റൗണ്ട് ചെയ്യാൻ പോകും. അതാ ഈ കവറിന്റെ അകത്താണ് കേട്ടോ പിന്നെ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ എന്നിട്ട് കവർ ഇങ്ങനെ ഇട്ടേക്കും. വരൂ പോയാ ഓടുവാ. എല്ലാരും കോൾഡ്. ഞാൻ വരുന്നത് ഹോട്ട്. കിച്ചു മതില് കാണാൻ പോകുന്നത്. കിച്ചു ഹോട്ടാണോ? കിച്ചു എല്ലാരും ഹോട്ടാണ്. നന്ദന മാത്രല്ല കോൾഡ്. എടാ എല്ലാം പിടിച്ചു നോക്കുന്നുണ്ടോന്ന്. ഓക്കേ, നവനീത് കിച്ചു തിരിച്ചിട്ട്. അപ്പൊ മിൻഹാജ് ജയിച്ചു. ഫസ്റ്റ് റൗണ്ട് ആരാ ജയിച്ച? കിച്ചു. സെക്കൻഡ് റൗണ്ട് മിന്നു. തേർഡ് റൗണ്ട് ഇനി നടക്കാൻ പോവാ. ഇനി ഓടിക്കോ. ഗൈസ്, നമ്മൾ ഈ ചെരുപ്പിന്റെ ഉള്ളിലാട്ടോ വെച്ചേക്കുന്നത്. കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, പിള്ളേരെ കമോൺ. ആന്റി മാറിക്കോ. ആന്റി എല്ലാരും കൂടെ തട്ടിട്ടു. എല്ലാരും കോൾഡ്. മിൻഹാജ് മാത്രമേ ഉള്ളൂ ഹോട്ട്. മൻഹ ഹോട്ട്. എല്ലാരും ഇപ്പൊ ഹോട്ടാട്ടോ. അവിടെ ഒന്നുമില്ല, ചെടി നശിപ്പിക്കല്ലേ. ഇല്ല, ഇപ്പൊ മൻഹേ നന്ദനയോ ആ ഹോട്ട്. ചെടി നശിപ്പിക്കാതെ. ആ ചെരുപ്പിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആരും കണ്ടില്ല. അപ്പൊ ഫസ്റ്റ് റൗണ്ട് കിച്ചു ജയിച്ചു. സെക്കൻഡ് റൗണ്ട് ആരാ ജയിച്ച? മിന്നു ജയിച്ചു. തേർഡ് റൗണ്ട് ഗൗരി ജയിച്ചു. അത്രേ ഉള്ളു ഗൈസ്. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം
ഓണക്കോടി കൊടുക്കാൻ പോകുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ നന്ദന പോയി കേട്ടോ. പക്ഷെ നന്ദനയ്ക്ക് നമ്മൾ കൊടുത്തിട്ടാ പോയേ. അത് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ബാ ഓണക്കോടി കിച്ചു വാടാ. ചേരുമോ ഇല്ലയോ ചേരുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് അതെ മിന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ പിള്ളേരെല്ലാവരും പോകുന്നു. അങ്ങനെ നമ്മുടെ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ പൂരാടത്തിൻ്റെ അന്നാണ് കേട്ടോ എടുക്കുന്നത്. പിള്ളേർക്ക് ഓണം സെലിബ്രേഷൻ വെച്ചത്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഒരു കുഞ്ഞ് ഓണം സെലിബ്രേഷൻ ഫോർ ട്യൂഷൻ പിള്ളേരായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ അനദർ വ്ലോഗ്. ബൈ.